അതെല്ലാം നീക്കേണ്ട ഒരു പാർട്ടി ഇവിടെ കയറ്റില്ല. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന് ഉത്തരവാദിത്തമാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. സേവാഭാരതി അവിടെ ഒരു ഷെഡ് കെട്ടി അവർ കൊടുക്കാൻ ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ നമ്മൾ ചെറുതായി കാണിക്കില്ല. അത് കലണ്ടർ കലണ്ടർ ഉണ്ടാകുന്നല്ലോ. ഇത് പാടില്ലെന്നാണ് തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവുക. മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ DYFI അടക്കമുള്ള പല രാഷ്ട്രീയ സംഘടനകളും അവർ ചെയ്യുന്നൊരു നല്ല പ്രവർത്തനമുണ്ടായിരുന്നു. എന്താണ്? പൊതിച്ചോറ് വിതരണം അല്ലേ? ഒന്നുമില്ലാതെ ആ വരാന്തകളിൽ വന്ന് കിടക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് പല വീടുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് ഒരു ദിവസം 1000-ലധികം പൊതിച്ചോറുകളുമായിട്ട് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സർക്കാർ ആശുപത്രികളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്നതെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയാണ് DYFI. DYFIയുടെ ഈ ഒരു പൊതിച്ചോറ് വിതരണത്തിനെതിരെ സുധാകരൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ പാർട്ടിയോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു സുധാകരൻ. പിന്നീട് അതിനുശേഷം UDFിലേക്കും പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുമൊക്കെ നിൽക്കുന്ന സുധാകരൻ എന്ന് പറയുന്ന ഒരു വർഗീയത വിളിച്ച് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ആ ഒരു ആശുപത്രി വരാന്തകളിൽ വന്ന് കിടക്കുന്ന രോഗികളുമായിട്ട് വന്ന് കിടക്കുന്ന അവരെ പരിപാലിക്കാനായിട്ടല്ല അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകൾക്ക് എന്തുമാത്രം തുണയായിരുന്നൊരു പദ്ധതിയാണ് DYFIയുടെ പൊതിച്ചോറെന്ന് പറയുന്നൊരു പദ്ധതി. ഓരോ വീടുകളിൽ നിന്നും പല വീടുകളിൽ നിന്നും അവർ പൊതിച്ചോറുകൾ കളക്ട് ചെയ്യുന്നു. ആ പൊതിച്ചോറുകളെല്ലാം കൂടി ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ വന്ന് നിന്നുകൊണ്ട് വിതരണം നടത്തുന്നു. ഇതൊന്നും പൈസ മേടിച്ചിട്ടല്ല അവർ ചെയ്തിരുന്നത്. ഇതൊന്നും ആളുകളുടെ സ്നേഹത്തിനോ സിമ്പതി പിടിച്ചു പറ്റാനോ വിജയത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ചെയ്തിരുന്നത് DYFI. ഇതൊരു കാരുണ്യ പ്രവർത്തനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ DYFIയുടെ ചുണക്കുട്ടന്മാർ ചെയ്തിരുന്ന, അല്ലെ ചുണക്കുട്ടികൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൽ നിന്ന് മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ആശ്വാസം പകരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നത്. ഈ പൊതിച്ചോറ് വിതരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശമ്പളമൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഇവരത് ചെയ്തത്. ഒരു കാരുണ്യ പ്രവർത്തനം അതാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ 24 മണിക്കൂറും സമരം ചെയ്യുന്ന ഒരു പാർട്ടി എന്നതിനേക്കാൾ അപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന കരങ്ങളുള്ള ആളുകളുള്ള ഒരു പാർട്ടി എന്ന് DYFI വിളിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ കുറേയധികം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പാർട്ടിയിലുള്ള ആളുകൾ ചെയ്യുന്നതും ഈ DYFI എന്ന് പറയുന്നൊരു പാർട്ടി വന്നതിന് ശേഷം, അല്ലെങ്കിൽ DYFI എന്ന് പറയുന്നൊരു സംഘടന വന്നതിന് ശേഷം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കത് വിലയിരുത്താനായിട്ട് സാധിക്കും. ബുദ്ധിയുള്ള അരിയാഹാരം തിന്നുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾക്കാണ്, അത് പണമുള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനുമായിക്കോട്ടെ, ആശുപത്രിയുടെ മുന്നിൽ ഒരു അസുഖവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണത്തിനൊന്നുമല്ല പ്രാധാന്യം. അവിടെ പ്രാർത്ഥനകൾക്കും അവരുടെ ഭാഗ്യത്തിനുമൊക്കെയാണ് പ്രാധാന്യം അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് പല ആളുകളും ആശുപത്രിയുടെ വരാന്തകളിൽ നിൽക്കുന്നത്. സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്ന സമയത്തായിരിക്കും ബൈസ്റ്റാൻഡറിനെ വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എപ്പോഴും അവിടെ തന്നെ വന്നിരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ പലരും പട്ടിണി ഇരുന്നുമൊക്കെയാണ് അവരുടെ രോഗികൾ അല്ല അവരുടെ ഉറ്റവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അല്ല കാവലിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുക്കലേക്ക് ഫ്രീ ആയിട്ടൊരു പൊതിച്ചോറ് വരുന്നു. ആ പൊതിച്ചോറിൽ എന്താണുള്ളതെന്ന് പോലും ആർക്കും അറിയില്ല. ഒരു പക്ഷേ മീനുണ്ടാവാം, ഒരു പക്ഷേ ഇറച്ചി ഉണ്ടാവാം, മുട്ടയുണ്ടാവാം, അങ്ങനെ എന്തും ഉണ്ടാവാം. ആർക്കും അറിയാതെ അവർ ആ പൊതിച്ചോറ് വാങ്ങി കഴിക്കും. ഞാനും വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ. മോശമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അന്നദാനം എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അന്നദാനം മഹാദാനം എന്നൊക്കെ പറയുന്നത് പോലെ ഇതും ശരിക്കും ഒരു അന്നദാനം തന്നെയാണല്ലോ അല്ലേ? ആ ഒരു പൊതിച്ചോറ് വിതരണത്തിനെതിരെയാണ് ഇന്ന് ഈ പറയുന്ന വിഷം തുപ്പിക്കൊണ്ട് സുധാകരൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണോ, ഇനി വലതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നതാണോ, ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണോ, ഇടതുപക്ഷത്തിനെതിരെയാണോ, ഇനി സംഘികൾക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്കും അറിയില്ല, സംസാരിക്കുന്ന സുധാകരനും അറിയില്ല. ഇതൊക്കെ പാർട്ടി ചെയ്തോളും. ഇതൊക്കെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണെന്നാണ് സുധാകരൻ പറയുന്നത്. എൻ്റെ പൊന്നു സുധാകർജി, അടുത്ത ഈ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇടതുപക്ഷം ഇവിടെ കയറി വരുമെന്നുള്ളൊരു പേടി കൊണ്ടാണോ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പേടി കൊണ്ടാണെങ്കിൽ എന്നേ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിലൂടെ വിജയിക്കേണ്ടതാണല്ലേ? പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി വിജയിക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഒരു ഫ്ലെക്സ് കാണിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നവരല്ല അവർ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് നല്ല ചുണക്കുട്ടന്മാരുടെ ഒരു സംഘടന തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. സുധാകരൻ ഈ രീതിയിലൊരു പരാമർശം നടത്തിയിരിക്കുന്ന സതീശന് വേണ്ടിയിട്ടോ സതീശനാദികൾക്ക് വേണ്ടിയിട്ടോ ആണെങ്കിൽ അതങ്ങ് നൈസായിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അതിവിടെ വില പോവില്ല സുധാകർജി. ബാക്കിയൊന്ന് കേട്ടു പോകാം. ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടെയാണ് സൗജന്യ ഭക്ഷണ വിതരണം കൂടി
രാഷ്ട്രീയ സംഘടനകൾ നിർത്തണം, അത് തടയണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുവെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിലവിൽ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും പോലുള്ള സംഘടനകളാണ് സൗജന്യ ഭക്ഷണ വിതരണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്തുന്നത്. അത് പൊതുവെ നല്ല പദ്ധതി എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയമായ അമിതമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജി സുധാകരന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലെ സൗജന്യ ഭക്ഷണ വിതരണം തടയണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണ വിതരണത്തിനായി സേവാഭാരതി ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. പിന്നീട് SDP അടക്കമുള്ള സംഘടനകൾ അതിനെതിരെ വരികയും അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് KC വേണുഗോപാലും സ്ഥലം MLA എന്നുള്ള നിലയിൽ ജി സുധാകരനും അടക്കം യോഗം നടത്തി ഭക്ഷണ വിതരണം അടക്കം തടയണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയി. ആ തീരുമാനം ഉണ്ടായതിനു ശേഷവും സേവാഭാരതി ഭക്ഷണ വിതരണം നടത്തിയതാണ് ജി സുധാകരനെ ഇത്തരത്തിലൊരു നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാൻ രംഗത്തിറക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. എൻ്റെ പൊന്നു സുധാകര, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒന്ന് നിർത്തി കാണിക്കേ. സേവാഭാരതി ആയിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തി സംസാരിക്കുന്നത് വെറും ചെറ്റത്തരമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. വെറും തോന്നിവാസമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അങ്ങേക്ക് ഒരുപാട് പ്രായമുണ്ട്. പ്രായം കൊണ്ടും അങ്ങയുടെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് കൊണ്ടുമൊക്കെ ഒരുപാട് ഉന്നതങ്ങളിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ് താങ്കളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞത് വെറും പോക്രിത്തരമാണ്. ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു അരവയറെങ്കിലും നിറയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരാളൊരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ദൈവതുല്യമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? അതിനെയും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അവിടെയും ജാതീയ സ്പർദ്ധയും മതസ്പർദ്ധയും രാഷ്ട്രീയ സ്പർദ്ധയും ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതൊക്കെ നടക്കില്ല. ഇവിടെ DYFI കൊടുക്കുന്നോ, സേവാഭാരതി കൊടുക്കുന്നോ, SDP കൊടുക്കുന്നോ, മറ്റുള്ള ഏതെങ്കിലും പാർട്ടിയിലുള്ള ആളുകൾ കൊടുക്കുന്നോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ആരാണോ അന്നം ഒരു നേരത്തെ വിശന്ന് വരുന്നവന് കൊടുക്കുന്നത് അവൻ അവർക്ക് ദൈവം തന്നെയാണ്. അവർ പാർട്ടി നോക്കിയിട്ടല്ല പൊതിച്ചോറ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നേ ഈ പാർട്ടി വിജയിച്ചതിനെ വൻ ഭൂരിപക്ഷത്തിൽ UDFനെയും BJPയെയും എല്ലാം നിലംപരിശാക്കിക്കൊണ്ട് ഒരു സീറ്റ് പോലും കൊടുക്കാത്ത രീതി വിജയിച്ചേനെന്നേ. അമ്മാതിരി പ്രവർത്തനങ്ങളാണ് DYFIയുടെ പിള്ളേർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വെള്ളപ്പൊക്ക സമയമായിക്കോട്ടെ, ആ വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം അറിയാവുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ ഒരു പൊതിച്ചോറ് വിതരണം ഒരുപാട് ആളുകൾക്ക് തുണയാവുന്നൊരു സാധനം അത് വേണ്ട എന്ന് ജി സുധാകരൻ പറയാനുണ്ടായ ചേതവികാരം എന്താണ്? അവിടെ ഈ കോളേജുകളിലും സ്കൂളുകളിലും രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ അവർ വേരിറക്കുമ്പോൾ, അല്ല വലിയ രീതിയിൽ സംഘടനകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, പല കത്തിക്കുത്തുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താൻ സാധിക്കാത്ത താങ്കളാണ് ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് വരുന്നത്. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ് സുധാകരൻ ജി. നിങ്ങളെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തി കാണിക്കുക. നിങ്ങളെന്നല്ല, പ്രധാനമന്ത്രി എന്നല്ല, ഇനി അതിന് മുകളിൽ ആരെങ്കിലും ഏതവനുണ്ടെന്ന് പറഞ്ഞാലും DYFIയുടെ പിള്ളേരോ സേവാഭാരതിയുടെ പിള്ളേരോ അത് ചെയ്യുന്ന പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. DYFI തന്നെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ ജി സുധാകരൻ്റെ ഈ ഒരു താളത്തിനെതിരെ. അവർ പറയുന്നത് മുൻപ് ഈ പാർട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഇത് നല്ല പ്രവൃത്തിയാണെന്ന് പറഞ്ഞിരുന്ന ജി സുധാകരനാണ് ഇന്ന് ഈ രീതിയിൽ വന്നിട്ട് പ്രഹസനം നടത്തുന്നത്. അപ്പോൾ അതിനെതിരെ ആ പാർട്ടി DYFIയുടെ അല്ലെങ്കിൽ സേവാഭാരതിയുടെ സംഘടനയിലുള്ള ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഒരു വീഡിയോ കാണിച്ചു തരാം. രാഷ്ട്രീയ പാർട്ടികൾ ഷെഡും വെച്ച് കൊടിയെട്ടിയിരിക്കുക. കൊടിക്കോടെ നോക്കുന്നുണ്ടെങ്കിൽ അന്നദാനം കൊടുക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് വഴി ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവരുടെ കൊടിയെ കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂടാം. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർ വരാം, അവിടെ പാർട്ടികളിലും വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാകരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ഇവിടെ DYFI ഒരു ദിവസക്കാലം 2500 പേർക്കാണ് ഭക്ഷണപൊതി കൊടുക്കുന്നത്. അതിൽ എല്ലാ മനുഷ്യരും ഉണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ മനുഷ്യരും ഉണ്ട്. ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല. ഇന്നലെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, നാളെ കാണുമോ എന്നറിയാത്ത മനുഷ്യർ, ആർക്കോ വേണ്ടി മനുഷ്യരുടെ വിശപ്പകറ്റാൻ കഴിയുന്ന ഒരു വലിയ മാതൃകയാണ്. അതൊരു മനുഷ്യ സ്നേഹത്തിന്റെ മുഖമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന് ഞങ്ങൾ അവരുടെ ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്ക് മനുഷ്യർ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്നു, ഞങ്ങളിവിടെ കൊണ്ട് വിതരണം ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളെ വിളിക്കും, ഞങ്ങളെ ഇത് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന എത്രയോ പേരുണ്ടെന്നല്ലോ. അവിടെയാണ് ജി സുധാകരൻ പറയുന്നത് നിർത്തിക്കളയണം എന്ന് പറയുന്നത്. ജി സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ട പ്രശ്നമുണ്ട്. ഇന്നലെ വരെ നമ്മൾ വന്ന വഴിത്തരയൊന്നും മറക്കാൻ പാടില്ല. നമുക്കെന്തോ ആയി കഴിയുമ്പോൾ വിശപ്പകറ്റുന്നവരുടെ നിലപാടുകൾ, അല്ലെ വിശന്നിരിക്കുന്നവരുടെ വിശപ്പ് കാണാതെ പോകുന്നത് ശരിയായ രീതിയല്ല. അത് എന്തായാലും ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുടക്കം വരാൻ കഴിയില്ല. 2017 ജൂൺ മാസം 3-ാം തീയതി തുടക്കം കുറിക്കുമ്പോൾ ജി സുധാകരനാണ് തുടക്കം കുറിച്ചത്. ഞാനിപ്പോ ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കായിരുന്നു. അന്ന് DYFI അഭിനന്ദിച്ച് കേരളത്തിലെ മറ്റേത് സംഘടനയ്ക്ക് ഇത് കഴിയും എന്ന് ചോദിച്ച ജി സുധാകരൻ എത്ര വേഗത്തിലാണ് സ്വഭാവം മാറുന്നത്.
രീതി മാറുന്നത്. എന്തെങ്കിലും വിരോധമുണ്ടെന്ന് പറഞ്ഞൊരു മനുഷ്യന് പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അത് തടയാൻ നിൽക്കുന്നത് മനുഷ്യത്വമല്ല. ഒന്നുകിൽ ജി സുധാകരൻ ഇത് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ജി സുധാകരൻ ഈ താളം വിടാൻ നിൽക്കരുത്. ഇത് രണ്ടും ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ രണ്ടും ചെയ്യാൻ കഴിവില്ലാത്തൊരു മനുഷ്യനാണ് സുധാകരൻ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2017 പൊതിച്ചോറ് വിതരണം ആരംഭിച്ചതെന്ന് ഇപ്പോൾ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇതിനു മുൻപൊന്നും ഈ സാധനങ്ങളൊന്നും ആർക്കും അറിയില്ല, കേൾവി പോലുമില്ല. ഇങ്ങനെ ഒരു പൊതിച്ചോറ് വിതരണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ബക്കറ്റ് കാശ് പിരിക്കുന്ന, ബക്കറ്റും കൊണ്ട് പോയിട്ട് ബക്കറ്റ് പിരിവ് നടത്തുക എന്ന് പറയുന്നൊരു പദ്ധതിയേക്കാൾ അപ്പുറം പൊതിച്ചോറായിട്ട് തന്നെ വാങ്ങുക എന്ന് പറയുന്നൊരു പദ്ധതി, ഇതിൽ കൂടി എന്ത് അഴിമതി ഉണ്ടാവാനാണ്? ഇപ്പോൾ ആ ഒരു നേതാവ് പറയുന്നുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതാവ് പ്രതികരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണല്ലേ, ഇത് ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, ജാതി ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും, മനുഷ്യരെ മനുഷ്യനായിട്ട് കാണുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾ നൽകുന്നൊരു സാധനമാണ്. ഇന്ന് കണ്ടു നാളെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല ഞങ്ങളിത് ചെയ്യുന്നതെന്നാണ് ആ നേതാവ് പറയുന്നത്. അവരുടെ വാക്കുകൾ കാണും, പല വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇതിനോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ ഹരിതകർമ്മസേന വീട്ടിൽ പോയി പ്ലാസ്റ്റിക് എടുക്കുന്നത് പോലെയല്ല പൊതിച്ചോറ് വാങ്ങാനായിട്ട് അവർ പോകുന്നത്, ഭീഷണിപ്പെടുത്തി വാങ്ങുന്നൊന്നുമല്ല. പല വീട്ടുകാരും ഞാൻ ഇന്ന് വെച്ച ആഹാരം ഒരാൾക്ക് അവർ കഴിക്കട്ടെ, ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ടാണ് ഒരു പൊതിച്ചോറ് കെട്ടി കൊടുത്തു വിടുന്നത്, സ്വന്തം മക്കൾക്ക് കൊടുത്തു വിടുന്നത് പോലെ. അതിനെതിരെയും ഈ രീതിയിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് സംസാരിക്കാൻ വരുന്ന സുധാകര, ഇതൊക്കെ നിങ്ങൾ രണ്ടായിട്ടും മടക്കി കുത്തി നിങ്ങളുടെ മടിക്കുത്തിന് താഴെ വെച്ചിട്ട് വീട്ടിൽ പോയി സംസാരിച്ചോണം, ഇവിടെ വന്ന് സംസാരിക്കരുത്. ഇത് DYFI അല്ല, സേവാഭാരതി അല്ല, ആര് പരിപാടി നടത്തുന്നുണ്ടെങ്കിലും അവരാരും നിർത്താൻ പോകുന്നില്ല. ഇത് ഇനിയും തുടരും. തനിക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ, തടയാൻ പറ്റുമെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്.